യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറൂസലേമിലേക്ക് പോയി. ജെറൂസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സത എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകിയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. വചനത്തിൻ്റെ ശക്തി വെളിവാക്കുന്ന ഒരത്ഭുതമാണ് ഇന്നത്തെ സുവിശേഷം. 38 വർഷങ്ങളായി സൗഖ്യത്തിനായി കാത്തിരുന്ന ഒരു മനുഷ്യനോട് കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ മുഖമാണ് ഈ സുവിശേഷത്തിൽ തെളിയുന്നത്. 38 വർഷമെന്ന നീണ്ട കാലഘട്ടത്തിൽ ആ മനുഷ്യൻ്റെ ബാല്യവും കൗമാരവും യൗവനവുമൊക്കെ കടന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ കാലങ്ങളോളം ഒറ്റപ്പെട്ട് തളർന്നു കിടന്നിരുന്ന ആ മനുഷ്യൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ കർത്താവ് ആ മനുഷ്യനോട് സുഖപ്പെടണോ എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. മറ്റത്ഭുതങ്ങളിൽ കാണുന്നത് പോലെ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് സൗഖ്യവും അനുഗ്രഹവും ചോദിച്ചു വാങ്ങുവാൻ ഈ മനുഷ്യന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് കർത്താവ് അവനോട് ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്കാഗ്രഹമുണ്ടോ? യേശുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അവൻ തൻ്റെ നിസ്സഹായാവസ്ഥയും ഒറ്റപ്പെടലുമൊക്കെ കർത്താവിനോട് വിവരിക്കുന്നു. അപ്പോഴാണ് കർത്താവ് പറയുന്ന ആ ശക്തമായ വചനങ്ങൾ നാം കേൾക്കുന്നത്. എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് നടക്കുക. കാരുണ്യവാനായ ദൈവമേ, തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ അങ്ങയുടെ ഈ ശക്തിയേറിയ വചനങ്ങൾ ഞങ്ങളുടെ കർണപടങ്ങളിൽ കേൾക്കുവാനും പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു വീഴാതെ ശക്തിയോടെ നടന്നു പോകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.